എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഒരു മിസ്കൺസെപ്ഷൻ. കാസർഗോഡ് അല്ലെങ്കിൽ കേരള തന്നെ. ആക്ച്വലി അത് കേരള അല്ല, അതൊരു ബാരി കൾച്ചർ തന്നെ. ഞാൻ ഇപ്പൊ ഇത് 1 year ആയി ഇത് ബാരി കൾച്ചറിലായിട്ട് കുറച്ചും കൂടി ഒബ്സഷൻ അല്ലേ, കുറച്ചും കൂടി റിസർച്ച് ചെയ്തതല്ലോ. അപ്പൊ ഞാൻ 1 year ആയി ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ പോകുന്നത്, ബാരി കൾച്ചർ. പൊതുവെ ഇപ്പൊ കാസർഗോഡ്, മലബാർ, കോഴിക്കോട് അങ്ങനെയുള്ള നോക്കുമ്പോൾ ഓരോ റിസർച്ച് ഏരിയ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കുന്നത് മലബാർ നെയ്ഡ്സ്, മലബാറിൽ എന്തെല്ലാം നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബാരി ചിന്തിച്ചുകൂടാ? കാരണം ഞാൻ ആർന്ന് വരുന്നത്. ഇപ്പൊ കാസർഗോഡ് നോക്കിയെങ്കിൽ കാസർഗോഡിന്റെ കൾച്ചറും കാസർഗോഡിന്റെ ലാംഗ്വേജും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ട്. അതൊരു ബാരി തന്നെ. ബാരിന്റെ ഒരു ബൈ ഭാഷ വേണമെന്നല്ല, സബ് ഭാഷ, ഒരു സബ് ലാംഗ്വേജ് അല്ല കാസർഗോഡത്തെ ലാംഗ്വേജ്. അതെന്താണ് ഓരോ ഡയലക്ട്. ഇപ്പൊ നമുക്ക് കുന്താപുര ബാരി ആകുമ്പോൾ ഭയങ്കര ഡിഫറെന്റ്, മാംഗ്ലൂർ ബാരി ആകുമ്പോൾ കുറച്ചും കൂടി മെലഡി ആ ഒരു ഇത്, കുതിരോട് ബാരി അങ്ങനെ പിന്നെ ഒരു ഡിഫറെന്റ്, കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ട്. പിന്നെ അതേപോലെ ഉള്ളാള ബാരി അതും ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തെത്തുമ്പോ ഒരു ധാരലഘട്ട, മഞ്ഞനാടി, മുടിപ്പ് ആ ഭാഗത്തുമ്പോ കുറച്ചുകൂടി മലയാളമാരുടെ സെയിം അതേ ഭാഷയാണ് നമുക്ക് ഈട് കാണുന്നത്. മഞ്ചേശ്വരം കാണുന്നത്, ഉപ്പളത്ത് സെയിം കാണുന്നത്. കുമ്പളത്തുമ്പോ കുറച്ചും ഡിഫറെന്റ് വരും, ചെറിയ സംഭവം ഡയലക്ട് മാത്രം ഡിഫറെന്റ് ആണ്. കൾച്ചർ എല്ലാം നോക്കിയത് ഓൾമോസ്റ്റ് 95%, മേ ബി ഇത് കോൺട്രവേഴ്ഷ്യൽ ആവും ഈ വിഷയം, 95% സെയിം സിമിലർ എല്ലാം. ഇപ്പൊ നമ്മള് മങ്ങാലം നോക്കിയാൽ വല്ലതും ഈ താളം എന്നുള്ള ഒരു പരിപാടി ഇല്ല, അത് നമുക്ക് തെക്കില് പോയെങ്കിൽ ഇപ്പൊ കണ്ണൂർ ആ ഭാഗം പോയെങ്കിൽ നമുക്ക് കാണാല താളം, വേറെ പേരിലുണ്ടാവും നമുക്കറിയാല. ഈ ഒരു ഫംഗ്ഷന് രാത്രി നമ്മ ജാവ് പോകുന്ന പെണ്ണ് അങ്ങനത്തെ അത് വേറെ വിഷയം, അതൊരു വേറെ ഒരു ഇത്. അത് നമ്മളെ ഈ ഭാഗത്ത് തന്നെ താളം, ഈ നമ്മളെ ബാരി, അതായത് മാംഗ്ലൂർ ഭാഗം, ഉടുപ്പി, മാംഗ്ലൂർ, കാസർഗോഡ് ആ ഒരു ഭാഗത്ത് തന്നെ ചെന്നു.